എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് പറയൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ആരാണ് വിശ്വാസവഞ്ചന നിങ്ങളോടൊക്കെ ചെയ്തത്, അവർ പിടിക്കപ്പെടുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പൂച്ചയെ ഫയലായ സ്വീകരിച്ചയുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് പോയ സിറ്റുവേഷനാണ് നിങ്ങൾക്കുണ്ടായത്. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചിലർ നിങ്ങളെ ചതിക്കുകയായിരുന്നു. ഊണിലും ഉറക്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം സൗമ്യമായി നിൽക്കുകയും നിങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ ചതിക്കുകയായിരുന്നു. അവർ നിങ്ങൾക്ക് എതിരെ നിന്നുകൊണ്ടല്ല നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തത്. എല്ലാ കാര്യത്തിനും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ അവർ ഗൂഢാലോചന നടത്തി. നിങ്ങൾ പോലും അറിഞ്ഞില്ല നിങ്ങൾക്കെതിരെ അവർ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ ചതിക്കുക തന്നെയായിരുന്നു അവർ ചെയ്തത്. ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് രഹസ്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുകയും നിങ്ങളോട് ഒന്നും മറച്ചു വെക്കാതെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത ഒരു ജീവിതഗതിയായിരുന്നു. പക്ഷേ ജീവിതത്തിൽ വലിയ അളവിൽ അവർ നിങ്ങളെ വിശ്വസിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ ചേർത്ത് പിടിച്ചു. അവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായപ്പോൾ എല്ലാ സഹായങ്ങളും നിങ്ങൾ നൽകി. അവരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അവർക്കെല്ലാ സഹായം നൽകാനും അവരുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളായിട്ട് മാറ്റുകയും ചെയ്തു. അവർക്ക് സന്തോഷമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. പക്ഷേ അവരാ നന്ദി കാണിച്ചില്ല. നിങ്ങളവർക്ക് നൽകിയ സ്ഥാനം, നിങ്ങളവർക്ക് നൽകിയ അധികാരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ അവരെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് പരിഗണിച്ചത്, അതൊന്നും അവർ മുഖവിലക്കെടുത്തില്ല. അതൊക്കെ അവർ അനുഭവിക്കുകയും അവർ നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്യുകയുമാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളിലും അവർ ഗുണങ്ങൾ എടുക്കുകയും പക്ഷെ നിങ്ങളെ വലിയ രീതിയിൽ തള്ളിക്കളയുകയും ചെയ്തു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരുപാട് വേദനയായിട്ട് മാറി. എന്തുകൊണ്ട് എന്നെ അങ്ങനെ തള്ളിക്കളഞ്ഞു? ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അവർ വിശ്വസിച്ചുകൊണ്ടാണ്. അവസാനം അവർ ശത്രുക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ അവരുടെ പ്രതികരണങ്ങളുണ്ടായി. അത് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ തകരാൻ അവരാഗ്രഹിച്ചു. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ തകർച്ച അവരാഗ്രഹിച്ചു. അവർക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കുമോ എന്നുള്ളത് കൃത്യമായിട്ടറിയാൻ പറ്റും. നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച് നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്ത് അവർ കടന്നുപോയി. അവർ ഒപ്പം നിന്നത് സ്നേഹിക്കാനായിരുന്നില്ല, ചതിക്കാനായിരുന്നു. ആ വിശ്വാസവഞ്ചനയുടെ ഫലം അവർ തീർച്ചയായിട്ടും അനുഭവിക്കും. നിങ്ങളെ ചതിച്ച് ഇത്രയും ആത്മാർത്ഥത അവരോട് കാണിച്ച് നിങ്ങളെ അവർ വഞ്ചിച്ചപ്പോൾ, ചതിച്ചപ്പോൾ അവർക്ക് കൃത്യമായി കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ആരിൽ നിന്നും ഇനി ആത്മാർത്ഥത അവർക്ക് കിട്ടില്ല. കാരണം ഏറ്റവും നല്ല ആത്മാർത്ഥതയും ഏറ്റവും നല്ല സ്നേഹവും നൽകിയ വ്യക്തി അവർ വഞ്ചിച്ചിരിക്കുന്നു. അവരുടെ ആ വഞ്ചന അതിര് കടന്നിരിക്കുന്നു. ഈശ്വരന്മാർക്ക് പോലും ഇഷ്ടമല്ലാത്ത ഒരു വഞ്ചനയാണ്. അവരതിന് കൃത്യമായി അനുഭവിക്കുകയും അവരുടെ വഞ്ചനയിലൂടെ നിങ്ങൾക്കുണ്ടായ എല്ലാ ദുഃഖവും മാറ്റപ്പെടുകയും അവർ അതിനനുഭവിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അതാണ് വരാൻ പോകുന്നത്. അടുത്തായിട്ട് എണ്ണാറക്കണ്ണൻ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പറയുന്നത്. ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി ഓടി നടന്നുന്ന ഒരു പ്രയാണത്തിലായിരുന്നു നിങ്ങൾ. ആരെയും ഉപദ്രവിക്കാതെ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിതത്തിൽ ഓടി ചാടി നടന്ന് തൻ്റെ ഉപജീവനം തനിക്കൊപ്പമുള്ളവർക്കും ഒക്കെ വേണ്ടി ചെയ്യുകയായിരുന്നു. ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ കുറ്റം പറയുകയോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ജീവിതത്തിൽ എത്ര വലിയ ദുഃഖം ഉണ്ടായിരുന്നപ്പോഴും, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നപ്പോഴും അതെല്ലാം തൻ്റെ കരിയറിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ പോരടിച്ചുകൊണ്ട്
അതിനോടൊക്കെ പടവെട്ടിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു. ആരോടും ഒരു പരിഭവവും പറയാത്തൊരു സ്വഭാവ സവിശേഷതയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആരെയും ദ്രോഹിക്കാതെയും തൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ തൻ്റേത് മാത്രമാണെന്ന് വിചാരിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ആരുടെ കാര്യത്തിലും ഇടപെടാതെ ആരെയും ഉപദ്രവിക്കാതെ കടന്നുപോയപ്പോഴും അസൂയയുള്ളവരും ദേഷ്യമുള്ളവരും നിങ്ങളെപ്പോലും വെറുതെ നിർത്തിയിട്ടില്ല. തടഞ്ഞു നിർത്തി അവർ നിങ്ങളെ പല പ്രതിസന്ധികളിലേക്ക് അകപ്പെടിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ കഷ്ടപ്പെടുന്നതും നിങ്ങൾ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതും വഴിതെറ്റി സഞ്ചരിക്കാത്തതും ഒക്കെ അവർക്ക് നിങ്ങളോട് അസൂയ തോന്നി. ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും സഹിച്ച് സന്തോഷത്തോടെ നിങ്ങൾ കടന്നു പോകുന്നതും അവർക്കിഷ്ടമില്ലായിരുന്നു. അവർ പ്രതീക്ഷിച്ചത് അവരുടെ ഒപ്പം എല്ലാ കൊള്ളരായത്തങ്ങൾക്കും കൂട്ടുനിൽക്കണമെന്നായിരുന്നു. നിങ്ങളതിന് തയ്യാറല്ലായിരുന്നു. ആരുടെയെങ്കിലും കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് അവരുടെ ജീവിതം കുളമാക്കുന്നതിനോ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിരുന്നില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സൗമ്യമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ആരിൽ നിന്നൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ സമാധാനം. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ആഗ്രഹിച്ചിട്ടില്ല, മറ്റുള്ളവരിൽ നിന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ആരുടെയും കാര്യത്തിൽ ഒരു അനാവശ്യ വാക്ക് പറയാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും നിങ്ങൾക്കെതിരെ ചിലർ പ്രവർത്തിച്ചു. നിങ്ങൾക്കെതിരെ നിങ്ങൾ നശിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു അത്? ആരുടെയെങ്കിലും ഒരു ഉപദ്രവം നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അതിന് ഒരു ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ ആരെയും ഉപദ്രവിക്കാതെ ആരെയും കഷ്ടപ്പെടുത്താതെ ആരെയും അലോസരപ്പെടുത്താതെ ജീവിച്ചു പോയപ്പോഴും മര്യാദക്ക് ജീവിക്കാൻ അനുവദിച്ചില്ല. അത് ആളുകൾ ഉപദ്രവിച്ചവരെയല്ല ദ്രോഹിച്ചത്, നിങ്ങളെയായിരുന്നു. നിങ്ങൾ ആളുകളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് പോകാനാണ് ആഗ്രഹിച്ചത്. എന്നിട്ടും നിങ്ങളെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാനും നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. അവരുടെ ശ്രമങ്ങൾ തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത്. അവരോടൊന്നും പകരം വീട്ടാൻ അല്ലെങ്കിൽ അവരാ ചെയ്ത തെറ്റിൻ്റെ പകരം വീട്ടാൻ തനിക്ക് കഴിയുമോ എന്നുള്ള സംശയത്തിലാണ് നിങ്ങൾ. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണ്. നിങ്ങളെ ഉപദ്രവിച്ചതിന്, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചതിന്, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് തനിക്കെന്തെങ്കിലും അത്തരക്കാരോട് പകരമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിതെല്ലാം സ്വയം അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട. നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് എതിരെ ഈശ്വരൻ കൃത്യമായ നിലപാട് സ്വീകരിക്കും. കാരണം നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയ വ്യക്തിയാണ്. നിങ്ങളെ ഉപദ്രവിച്ച ഒരാളെപ്പോലും ഈശ്വരൻ വെറുതെ വിടില്ല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. അവർക്കൊന്നും ഒരു പുല്ലും നിങ്ങളോട് ചെയ്യാനും സാധിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നിങ്ങൾക്ക് ശക്തി നൽകുന്നുണ്ട്. ഈ പ്രതിസന്ധികളൊന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ അവസ്ഥ നിങ്ങളിനി കണ്ടുകൊള്ളുക. അവർക്ക് ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ തടഞ്ഞു വെച്ചതൊന്നും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അതിൻ്റെ 100 ഇരട്ടി ശോഭയോടെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.